യേശുവേ, യേശുപ്പോ കേശവപ്പനാ എന്താ ചേ മക്കൾ എന്ത് ചെയ്യണ? ബുക്ക് തുറന്നു വെച്ചിട്ട് പഠിക്കണ ഉറങ്ങണ? ഉറങ്ങുമല്ലായിരുന്നു ചേ ചിലതൊക്കെ ആലോചിക്കുമ്പോഴേ എൻ്റെ കാലിൽ ഇങ്ങോട്ട് അരിച്ചിങ്ങോട്ട് കയറണ ചേ. അതെന്ത് ഉറുമ്പ് കയറിയാ? ഒരുത്തൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ വന്ന് കളിയാക്കി എനിക്ക് സമാധാനമാകത്തില്ലല്ലേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമാ? പ്രശ്നം എന്ത് പ്രശ്നം? അല്ല, ശിവ എന്ന് പറഞ്ഞ നീ ആകെ തകർന്നിരിക്കുകയാണെന്ന്. ശിവ, നിനക്ക് എന്തെങ്കിലും കുഴപ്പം? അതാ നിനക്ക് എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്ക് സോൾവ് ചെയ്യാം. വെറുതെ ഷോ കാണിക്കരുത് കേട്ടോ. ഇവിടെ ആര് ഷോ കാണിച്ചത്? ഇവിടെ ആര് ഷോ കാണിച്ചെന്ന്? എനിക്ക് അങ്ങനെ വെറുതെ ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. എന്തിനാ നിനക്ക് പ്രശ്നം? അമ്മ ഷോ കാണിച്ചെന്ന് പറയണമ്മ. ഉണ്ടായിരിക്കണേ, എനിക്ക് ട്യൂഷൻ എടുക്കാൻ പോകണ്ടേ? ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാൻ പാടില്ല, അതാണ് ചിലരുടെ ലക്ഷ്യം. അതിൽ പുറത്തുനിന്നുള്ളവരുടെ കൈ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ കാര്യം പറയണേ, എന്തോന്ന്? അച്ഛാ, അമ്മ, മാളവികയും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതിനപ്പുറം എന്ന് നീ ഉദ്ദേശിച്ചത് എന്താടാ? ലച്ചു, അവൻ പറഞ്ഞോണ്ടിരിക്കല്ലേ, പറയട്ടെ, അവൻ പറ. അമ്മ, ക്ലാസ്സിലെ പിള്ളേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര കുനുകുനുപ്പ്. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉഷ ചേച്ചി എന്നോട് ഒന്ന് ചോദിക്കണ്, കേശുവും അപ്പുറത്തെ വീട്ടിലെ ആ മാളവികയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാനങ്ങ് അയ്യടാന്നായി പോയില്ലേ. ഞാൻ പറഞ്ഞു, ചേച്ചി എന്ത് ചേച്ചി അങ്ങനെ ചോദിക്കണേന്ന്. അതിന് എട്ടും പൊട്ടും തിരി അതിന്റെ ചെറുക്കടത്ത് അങ്ങനെ ചോദിച്ചത്? ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലേ? അയ്യോ വേണ്ട. ഏയ് സാർ, എവിടെയും പോകണ്ട, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. കുറച്ച് പേര് ഇവിടെ വന്ന് അടിയുണ്ടാക്കി പോയിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഒരാഴ്ച കഴിയട്ടെ, എന്നിട്ട് പോവാം. ഞാൻ ഉഷ ചേച്ചിയുടെ മുമ്പില് ഇതി കർത്തവ്യ മൂടനായി പോയി. നീ ആരായിന്ന്? മൂടനായെന്ന്. നിന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതി കർത്തവ്യ മൂടനായി പോയത് എന്തിന്? ഉള്ളങ്ങ് പറഞ്ഞവരൊന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞെന്ന് ഒന്നുമില്ലെന്ന്. ഇപ്പൊ സംഭവം എന്തോ അറിയൂ, മാളവിക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാൻ വരെ പേടിയാണ്. അവൾക്ക് ഭയങ്കര എന്തോ പോലെ. പണ്ട് ഞാനും അവളും അപ്പുറം ഇപ്പുറം നിന്നോണ്ട്, മതിലിന്റെ അപ്പുറം ഇപ്പുറം നിന്നോണ്ട് എത്ര ഡൗട്ട് ക്ലിയർ ആയിട്ടുള്ളതെന്ന് അറിയൂ. അയ്യോ പാവം കുരുന്നുകള്. അച്ചോ, ഇതിപ്പോ ബഷീർ സാറിന്റെ മതിലെഴുന്ന് പറഞ്ഞ നോവലില്ലേ, ആ അവസ്ഥയായല്ല. മക്കളെ ചുള്ളിയൊക്കെ പൊക്കിയിടോടാ. അച്ഛാ, അതിന്റെ ഇടയ്ക്ക് ട്യൂഷൻ സെന്റർ. എന്തോന്നറിയാം, എപ്പോ ഉഷ ചേച്ചിയുടെ വീടിന്റെ കാർ പോർച്ച് ഇപ്പൊ ട്യൂഷൻ സെന്റർ ആയി. എടാ, അത് കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ മതി. എപ്പോ ട്യൂഷൻ. അച്ഛാ, ഞാൻ പോണേ, എനിക്ക് ബാക്കി പറ. മക്കളെ കാർ പോർച്ച് അല്ല, ട്യൂഷൻ സെന്റർ. കാർ പോർച്ച് ട്യൂഷൻ സെന്റർ. ട്യൂഷൻ സെന്റർ. ബാക്കി പറ കേക്കട്ടെ. ആ ട്യൂഷൻ സെന്ററിന്റെ മതിലില് ആരോ എഴുതി വെച്ചേക്കണ്, കേശു സാർ ലവ്സ് മാളവിക, ലവിന്റെ ചിഹ്നവും. ഏത് വിവരം കേട്ടോടെ ഈ പഴഞ്ച കാലത്ത് ഇമാതിരി എഴുതി വെക്കണത്? പഴഞ്ച കാലത്ത് ഇമാര് എഴുതി വെക്കണത് മനസ്സിലായില്ല. അതായത് അതെന്തും തലയിരിച്ചേ പറയത്തുള്ളൂ. ഈ കാലത്ത് എന്തിന് പഴഞ്ച രീതിയിൽ എഴുതി വെച്ചേക്കുന്നത്? നീ ബാക്കി കാര്യം പറ. ആര് എഴുതിയാലും അച്ഛൻ്റെ വന്ന് പറയടാ. അവന്റെ ഞാൻ ലവ് കാണിച്ചു കൊടുക്കാം. എന്താണ് ലവ് ഞാൻ കാണിച്ചു കൊടുക്കാം. അച്ഛാ, വരി എന്റെ മുമ്പിൽ തന്നെ വന്ന് ചാടിത്തരും. അന്നാണ് അവൻ ശരിക്കുള്ള എന്തോന്ന് അറിയാൻ പോണത്. പക്ഷെ ആ കൊച്ചിന്റെ കാര്യം ആയിരിക്കുമ്പോഴാ എനിക്ക് ഭയങ്കര സങ്കടം. പാവം കൊച്ചി. ഇതിപ്പോ പറഞ്ഞു ഇതിൽ എങ്ങോട്ടാ പോണത്? കളി കാര്യാവൂ. ചെറുക്കൻ വിളിച്ചോണ്ട് വരുമോ? പോവാലോ ഒന്ന്. എന്താണ്ടിരച്ചാ പിന്നെ വിളിച്ചോണ്ട് ഇത് പിള്ളേരെക്കാൾ കഷ്ടമാണ് നിങ്ങളെ വർത്തമാനം. ഇങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ, ചുമ്മാ. ഞങ്ങളല്ല, നിങ്ങളെനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ്. അവിടെ നമുക്ക് കുറ്റം. ചേട്ടന്റെ കല്യാണം. ആമ അല്ല, അത് ഓൾറെഡി സിദ്ധു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്താ പോരെ? ശരി അമ്മ, ശരി. ആരാ ചേച്ചി? അളിയൻ്റെ അമ്മയാണോ? ആടി. എന്തേ? അല്ല, ആർക്കോ കുറച്ച് പൈസ അയച്ചു കൊടുക്കണം ആരും പറഞ്ഞ. അത് വിട് ചേച്ചി. കേശു മലന്നടിച്ച് റൂമിൽ കയറി കിടക്കുക. ഞാൻ വിളിച്ചിട്ടേ മൂളിക്കൊണ്ടിരിക്കല്ലാണ്ട് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. എടി, അവൻ ശരിക്കും സീരിയസ് ആണോ? അവന് കലിപ്പേറുള്ള അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. പിന്നെ ഒന്നും ചെയ്യില്ല അവൻ. ഇനിയിപ്പോ മിക്കവാറും ട്യൂഷൻ എടുക്കാൻ പോവില്ല. ചെക്കൻ പൈസ പോലും വാങ്ങണത് ആത്മാർത്ഥമായിട്ട് എടുത്തോണ്ടിരുന്നത്. ആരാണത് ഈ അപവാദം മുഴുവൻ പറഞ്ഞു വരുത്തണേ? ചേട്ടാ, കേശുവേ ഭയങ്കര ഡെസ്പാണെന്ന്. ഇനിയിപ്പോ നമ്മളായിട്ടൊന്നും കളിയാക്കാൻ നിക്കണ്ട. എന്താ ചെയ്യട്ട്? അല്ലെങ്കിൽ തന്നെ അവനൊരു ശുദ്ധനാ. അവന്റെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ല. നമ്മുടെ എല്ലായിടത്തുള്ള സ്നേഹം തന്നെയാണ് അവൻ ആ കൊച്ചിനോടും. ബാക്കിയുള്ളവർ അങ്ങനെ ഓരോന്നൊക്കെ നോക്കി കാണുന്നോണ്ടാണ്.
സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ഈ കാര്യത്തിൽ എന്താ അവൻ എന്താ ചെയ്യട്ടെ, നമ്മൾ ഇനി ഇടപെടണല്ലോ പോരെ. ഓ ആ അച്ഛ എവിടെ പോവാ അച്ഛാ? എവിടെ പോവാ? ഞാൻ ഒരിടം വരെ പോണം. എന്ത് അച്ഛാ കേശു അകത്ത് കയറി കിടക്കുവാ അച്ഛാ, ഒന്നും മിണ്ടുന്നില്ല. കിടക്കണ ആ കിടക്കട്ടെ, എല്ലാരും കൂടെ കിടത്തിയല്ലേ എൻ്റെ പിള്ളേ. അച്ഛാ എവിടെ പോന്ന്? ഞാൻ ഒരു സമരം പോണെന്ന്. എന്ത് എന്തിനാ പോണേ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷെ അച്ഛൻ എവിടെയെങ്കിലും പോയ കാര്യത്തിന് റിസൾട്ട് ഉറപ്പാണ്. എവിടെ പോണു? ഏ എവിടെ പോണു? അത് മറ്റേ നമ്മളെ ഇവിടെ അല്ലേ പടവലത്തെ ജംഗ്ഷനല്ലേ പാഴൂര്. ആ പാഴൂര് ഒരു ഭ്രാന്ത ഒരു വെട്ടോത്തിൽ എടുത്ത് വെച്ചൊരു നാട്ടുകാരെ വരട്ടി ഓട്ടിക്കണം. അയ്യോ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എനിക്ക് സംശയമുണ്ട്, എൻ്റെ അമ്മായിയപ്പനാണോ എന്നൊരു സംശയമുണ്ട്. അച്ഛൻ ഇൻഡയറക്റ്റ് ആയിട്ട് കുളിക്കേണ്ടടുത്ത് തന്നെ കുളിച്ചിട്ടുണ്ട്. ആ ഞാൻ ഇത് ചോദിച്ചു വാങ്ങിയതാ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്താണ് ഇവിടെ അണ്ടർഗ്രൗണ്ട് ചർച്ച? അല്ല ഞങ്ങള് പടവലത്തെ കുളത്തിലേ മീനുകളൊക്കെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. പറഞ്ഞതിന് ഒപ്പിച്ച് പറയാൻ വേണ്ടി നിൽക്കുവാന്നോ? ആണോ? വാ അടുക്കളയിലേക്ക് വാ, അടുക്കളയിലേക്ക് വാ, എന്താ ഇത്? അടുക്കളയിലേക്ക് വാ. മക്കൾ അടുക്കളയിലോട്ടൊന്നും കേറണ്ട. MBAക്ക് പോയി പഠിക്കാൻ പറഞ്ഞതിന് പകരം അടുക്കളയിലോട്ട് ആനയിച്ച് സ്വീകരിക്കണം. ചേച്ചി MBA പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ആ നേരത്തിന് അടുക്കളയിൽ പോയിട്ട് 2 കറി വെക്കാൻ നോക്ക്. വിശക്കണ് ചെല്ല്. ഓ മക്കള് പിന്നെ ഭയങ്കര പഠിത്തക്കാരിയാണല്ലോ. പ്രാവശ്യം റിസൾട്ട് തൊട്ടാ കാണാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ട്യൂഷൻ മാസ്റ്റർ അപാത കഥ കുടുങ്ങി തലയും കുത്തി കിടപ്പിലേ. ഇതാ അവൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തല്ലേ ഏട്ടാ, പറഞ്ഞേക്ക ഞാൻ. എന്റെ അമ്മ അതൊക്കെ ട്യൂഷൻ ക്ലാസ്സിലെ കൊച്ചു പിള്ളേര് വെറുതെ ഉണ്ടാക്കി പറയണതല്ലേ. ഇപ്പൊ കൊച്ചുപിള്ളേരായിരിക്കും പറയണത്, കുറെ കഴിയുമ്പോൾ അത് വലിയ ആൾക്കാരറിയും. അപ്പൊ കഥ വേറെ ലെവലിലാവും. ആ വായിക്കോട്. എന്നാ ബാ ഞാൻ അമ്മേനെ അനുഗമിക്കട്ടെ. അനുഗമിച്ച്